അങ്ങനെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ് ഈ ഒരു നാഷണൽ അവാർഡ്. കാരണം മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഷെയർഡ് അവാർഡാണ്. ഷെയർ ചെയ്തിരിക്കുന്നത് കാർത്തിക് ആര്യനും കൂടിയാണ്. മറ്റേ ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാർത്തിക് ആര്യന് അവാർഡ് കൊടുത്തിരിക്കുന്നത്. ചന്തു ചാമ്പ്യൻ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ വെൽ ഡിസർവ്ഡ് ആയിരുന്നു. അതിനകത്ത് ഒരു തർക്കവുമില്ല. ഇത് സ്പെഷ്യൽ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തെ അവഗണനയ്ക്ക് ശേഷമാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. അതുപോലെ പിന്നെ നാഷണൽ അവാർഡ് ആയിക്കോട്ടെ, സിവിലിയൻ ബഹുമതി ആയിക്കോട്ടെ, എല്ലാം ഇത്രയും നാളത്തെ എത്രയോ വർഷങ്ങൾ മുമ്പ് തന്നെ കിട്ടേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡ് കിട്ടുന്നത് ഈ പേരൻപ് എന്ന സിനിമ ഓൾറെഡി നാഷണൽ അവാർഡ് വിൻ ചെയ്യേണ്ട സിനിമയായിരുന്നു. പക്ഷെ അന്ന് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൊടുത്തു. അത് അത്രയും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാക്കിയ ഒരു സമയമായിരുന്നു അന്ന് 2019. ഓർക്കുന്നുണ്ടാവും. അന്ന് ജൂറി ചെയർമാനൊക്കെ പോയി തെറി വിളിച്ചൊരു കാര്യം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അപ്പൊ അത്രയും അവഗണനയ്ക്ക് ശേഷമാണ് ഇപ്പോഴാണ് ഏതാണ്ട് 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നാഷണൽ അവാർഡ് മമ്മൂട്ടി സ്വന്തമാക്കുന്നത്. വലിയ അഭിമാന നേട്ടമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഹി വെൽ ഡിസർവ്ഡ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. പിന്നെ ഈ നാഷണൽ അവാർഡ്, എല്ലാ നാഷണൽ അവാർഡിനകത്തും കോൺട്രവേഴ്സി ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ നാഷണൽ അവാർഡിൽ എനിക്ക് വിയോജിപ്പുള്ള 1-2 അവാർഡ് അത് ഇവിടെ മെൻഷൻ ചെയ്യാതെ സാധിക്കത്തില്ല. കാരണം എന്തിനാണ് വീണ്ടും വീണ്ടും ഈ പരിപാടി ഈ ജൂറി അംഗങ്ങൾ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഈ പ്രാവശ്യം ജൂറി ചെയർമാൻ ഒരു മലയാളിയായിരുന്നു, ജയരാജ്. ഡിസർവിങ് ആയിട്ടുള്ള സിനിമകൾക്ക് അവാർഡ് കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെയും ഒരു വേർതിരിവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പുഷ്പ 2 എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. സുകുമാറിന് എന്ത് തരം സ്ക്രീൻ പ്ലേ ആണ്? 450 കോടിയുടെ ഒരു ബിഗ് ബഡ്ജറ്റ് സീരിയല്, ആ സീരിയലിന്റെ സ്ക്രീൻ പ്ലേക്കാണ് ഈ ഒരു അവാർഡ് കൊടുത്തേക്കുന്നത്. ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. വേറെ ബാക്കിയുള്ള നിങ്ങൾ ഈ ലിസ്റ്റിൽ പറയുന്ന ബാക്കിയുള്ള എല്ലാ സിനിമകളും പുഷ്പ 2-നെക്കാട്ടിലും എന്തുകൊണ്ടും ഡിസർവിങ് ആണ്. അതിനൊന്നും കൊടുക്കാതെ ഈ കൂതറ എന്ന് വെച്ചാൽ ഇത്രയും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വെറുക്കപ്പെട്ട ഒരു സിനിമ, ആ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തേക്കുന്നു. അതുപോലെ പുഷ്പ 2 അത് മാത്രമല്ല ഉള്ളത്, ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനർ അവാർഡും പുഷ്പ 2-നാണ് കൊടുത്തേക്കുന്നത്. മറ്റേ അല്ലു അർജുനെ സാരി ഉൾപ്പിച്ചതിന് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു പരിപാടി എന്ന് പറയുന്നത്. പുഷ്പ 2-നൊക്കെ എടുത്ത് തോട്ടിക്കളയണം.